തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വൻ ട്വിസ്റ്റിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ വിജയ് ഇന്ന് ഗവർണറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 113 എം.എൽ.എമാരുടെ പിന്തുണ ഇപ്പം വിജയ്ക്കുണ്ട്. കോൺഗ്രസിൻ്റെ എം.എൽ.എമാരും പിന്നെ ടി.വിക്കെയുടെ ബാക്കിയുള്ള എം.എൽ.എമാരും കൂടെ ചേർന്ന് 113 എം.എൽ.എമാരുടെ പിന്തുണയോട് കൂടിയാണ് ഇന്ന് വിജയ് ഗവർണറെ കാണാൻ വേണ്ടി പോയത്. പക്ഷേ ഗവർണർ പറഞ്ഞിരിക്കുന്നത് 118 എം.എൽ.എമാരുടെ പിന്തുണ ഉണ്ടെങ്കിലേ വിജയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ഇതൊരു വലിയൊരു രാഷ്ട്രീയ ഇതാണ്. അതായത് രാഷ്ട്രീയ കളിയാണ്. കാരണം വിജയ് എങ്ങനെയെങ്കിലും എ.ഡി.എം.കെയുടെ സഹായം തേടണം. ഇപ്പോൾ എ.ഡി.എം.കെ വിജയിയെ സപ്പോർട്ട് ചെയ്യാമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത് നമുക്കറിയാം. എ.ഡി.എം.കെ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ബി.ജെ.പിയുമായിട്ട് അലയൻസ്ഡ് ആണ്. അപ്പം സ്വാഭാവികമായി എ.ഡി.എം.കെ വിജയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വിജയുടെ ഭരണത്തിൽ അദൃശ്യമായി ബി.ജെ.പിയുടെ കരങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് സത്യം പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ബി.ജെ.പിക്കാണ്. കാരണം അവർ വിചാരിച്ച 2-3 കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. ഒന്ന്, ഡി.എം.കെ കോൺഗ്രസ് അടിച്ച് പിരിയും. കാരണം കോൺഗ്രസ് ഡി.എം.കെയിൽ നിന്ന് ഇപ്പം വിട്ട് വന്നിരിക്കുകയാണ്. ഇത്രയും കാലത്തെ ബന്ധം അവസാനിപ്പിച്ച് ഒരു നിമിഷം കൊണ്ട് അവർ ഡി.എം.കെ വിട്ട് കോൺഗ്രസ് ടി.വിക്ക് ചേർന്നിരിക്കുകയാണ്. സ്വാഭാവികമായി അപ്പോൾ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. കൂടാതെ എ.ഡി.എം.കെ ബി.ജെ.പി വഴി ടി.വിയിലോട്ട് വരുമ്പം സ്വാഭാവികമായി ബി.ജെ.പി കൂടുതൽ എ.ഡി.എം.കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം അത് വിജയുടെ ഭരണത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും ബി.ജെ.പി ഒരു ചെസ്സ് കളിക്കുന്നത് പോലെ ഓരോ കളവും ബുദ്ധിയോടെ നീർക്കുകയാണ്. അതിൻ്റെ ഫലങ്ങൾ എന്താണെന്നാലും ഇനിയുള്ള വർഷങ്ങളിൽ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.